കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ അതേ വഴിയിലൂടെയാണ് തമിഴ്നാട്ടിലെ DMK നേതൃത്വം നൽകുന്ന സ്റ്റാലിൻ സർക്കാരും മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാണ്. കാരണം കേരളത്തിൽ ഒരു പരിപാടി, ഒരു ഹൈന്ദവ അനുഷ്ഠാനം നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിന് ആദ്യം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് കേരള സർക്കാരാണ്. പിന്നീട് അത് വലിയ പരാതിയൊക്കെയായി പ്രതിഷേധമൊക്കെ ആയപ്പോൾ ആ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ച് അല്ലെങ്കിൽ അത് റദ്ദാക്കി അല്ലെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ സംഘാടകരോട് ജില്ലാ കളക്ടർ പറഞ്ഞതും നമ്മൾ കണ്ടു. സമാനമായി അതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നൊരു രഥയാത്ര നടത്താൻ തീരുമാനിച്ചു. ആ രഥയാത്രയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ തന്നെ തമിഴ്നാട് പോലീസ് എത്തി അത് തടയുകയായിരുന്നു. പിന്നീട് ആ രഥയാത്രയിൽ കൊണ്ടുവരേണ്ട വിഗ്രഹം കാറിൽ പാലക്കാട് അതിർത്തിയിലെത്തിച്ച് അവിടെ നിന്ന് രഥയാത്രയായിട്ട് എഴുന്നള്ളിക്കുകയായിരുന്നു സംഘാടകർ. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ മാഘ മഹോത്സവം, പണ്ട് മാമാങ്കം എന്നറിയപ്പെട്ടിരുന്ന ആ മാഘ മഹാമഹോത്സവം, അതിൻ്റെ ഭാഗമായി ഇത് ഭാരതപ്പുഴയുടെ തീരത്ത്, നിളയുടെ തീരത്ത്, തിരുനാവായിലെ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്താണിത് നടക്കുന്നത്. നമുക്കറിയാം അവിടെ എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്നും അതിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ നമുക്കറിയാം. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ആ ഒരു ചടങ്ങ് എത്രയോ വർഷമായിട്ട്, 200-ലധികം വർഷമായിട്ട് ബ്രിട്ടീഷുകാർ തടഞ്ഞു വച്ചിരുന്ന, ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്ന ഒരു ചടങ്ങ് സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ്, ഈ അടുത്ത കാലത്താണ് അത് പുനരാരംഭിച്ചത്. അങ്ങനെ പുനരാരംഭിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി നടക്കേണ്ടുന്ന ഒന്നാണ് ഈ രഥയാത്ര. അതായത് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് വിഗ്രഹം രഥത്തിൽ എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങാണ്. അതായത് ഉദുമൽപേട്ടയ്ക്കടുത്തുള്ള തിരുമൂർത്തി മലയിൽ നിന്നാണ് ഈ രഥയാത്ര ആരംഭിക്കേണ്ടിരുന്നത്. അവിടെ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. അത് ഒരു ചരിത്ര സത്യമാണ്, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അവിടെ നിന്ന് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു രഥയാത്ര, നദീ സംരക്ഷണവും നദിയുടെ പവിത്രത നിലനിർത്താനും ആ നദിയെ സംരക്ഷിക്കാനുമൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സങ്കല്പം, ഒരു പ്രതിജ്ഞ ഒക്കെ എടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇതിൻ്റെ സംഘാടകർ ഈ രഥയാത്ര ഒരുക്കിയത്, അല്ലെങ്കിൽ ആ എഴുന്നള്ളിപ്പ് ഒരുക്കിയത്. അങ്ങനെ ആ തിരുമൂർത്തി മലയിൽ നിന്ന് ആരംഭിക്കേണ്ട, ഉദുമൽപേട്ടയിലെ തിരുമൂർത്തി മലയിൽ നിന്ന് ആരംഭിക്കേണ്ട രഥയാത്ര അധികൃതർ എത്തി തടയുകയായിരുന്നു. പോലീസ് എത്തി ഇത് ചെന്നൈയിലെ ഉന്നത അധികാരികൾ ഇടപെട്ട് ഇതിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ദയവായി നിങ്ങളിത് നടത്തരുത് എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. സംഘാടകർ അതിന് വഴങ്ങി. കാരണം ഇത് സംഘർഷത്തിൻ്റെയും കലഹത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ നടക്കേണ്ട ഒരു കൃത്യമല്ല, അല്ലെങ്കിൽ ഒരു കർമ്മമല്ല. മറിച്ച് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും കൂട്ടായ്മയും ഒത്തുചേരലും നന്മയുടെ സങ്കല്പവും ഒക്കെ വേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം നദീ സംരക്ഷണവും അതിൻ്റെ തീരസംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെയായി ചേർന്ന് കിടക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ സംഘാടകർ വഴക്കിനോ ബഹളത്തിനോ മുതിർന്നില്ല. മറിച്ച് അവർ പോലീസ് അധികാരികൾ പറഞ്ഞത് അനുസരിച്ച് ആ വിഗ്രഹം, ആ രഥത്തിൽ എഴുന്നള്ളിക്കേണ്ട വിഗ്രഹം കാറിൽ പാലക്കാട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇത് കേരള സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ട് നടത്തുന്നതാണ് എന്നാണ് സംഘാടകരുടെ ആക്ഷേപം. ഇത് തമിഴ്നാട് സർക്കാർ അവരെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു വിഷയം. എന്തിനാണ് അവർ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത്? അവരെ ഒരു തരത്തിലും അലോസരപ്പെടുത്താതെ, ബുദ്ധിമുട്ടിക്കാതെ നടക്കേണ്ടുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു ചടങ്ങ്, അതിലേക്ക് എന്തിനാണ് തമിഴ്നാട് സർക്കാർ ഇത്തരത്തിലൊരു നിലപാടെടുത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ ഈ മാമാങ്കം, ഈ കേരള കുംഭമേള അഥവാ മഹാമാഘ മഹോത്സവം, അത് അട്ടിമറിക്കാൻ കേരളത്തിൽ തന്നെയുള്ള ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വസ്തുതാപരമായ വിഷയം. സംസ്ഥാന സർക്കാരിന്
തുടക്കം തൊട്ടേ ഈ മാമാങ്കം അത്ര രുചിച്ചിട്ടില്ല. എങ്ങനെയും ഇത് അട്ടിമറിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. ഈ നാവാമുകുന്ദ ക്ഷേത്ര പരിസരവും തിരുനാവായയും നിളാതീരവും ഒക്കെ എല്ലാ അർത്ഥത്തിലും ഈ ഒരു കുംഭമേളയ്ക്ക് വേണ്ടി, ഈ മഹാമാഘ മഹോത്സവത്തിന് വേണ്ടി, മാമാങ്കത്തിന് വേണ്ടി ഒരുങ്ങിയതാണ്. അവിടെ ജാതി മത വർണ്ണ ഭേദങ്ങളൊന്നുമില്ലാതെ ജനങ്ങൾ അവരുടെ ഒരു വലിയ ഉത്സവമായി ഏറ്റെടുത്തതാണ് ഈ മാമാങ്കം. പക്ഷേ എന്തുകൊണ്ടോ അതിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഇങ്ങനെ വർണ്ണിച്ചു പോകുന്ന എത്രയോ സാഹിത്യ കൃതികളുണ്ട്, എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട്, എത്രയോ നാടകങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ പറയുന്നത് ഇത് മതസ്പർദ്ധയുണ്ടാക്കും എന്നാണ്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ആ പ്രദേശത്തുള്ളവർക്ക് അവർ ജാതിമത ഭേദമന്യേ ഇത് ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അവർക്ക് ഒരു സ്പർദ്ധയുമില്ല. പക്ഷേ മറ്റാർക്കൊക്കെയോ സ്പർദ്ധയുണ്ട്, ചൊറിച്ചിലുണ്ട്. ആ ചൊറിച്ചിലാണ് ഈ മഹാമാഘ മഹോത്സവത്തിൻ്റെ സ്തംഭനത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഉത്സവത്തെ സ്തംഭിപ്പിക്കാനുള്ള ശ്രമം നടന്നത് അങ്ങനെയാണ്. ഇപ്പോഴിതാ അത് തമിഴ്നാട്ടിലേക്കും പടർന്നിരിക്കുന്നു. അത് തമിഴ്നാട് സർക്കാരും അതിനകത്ത് അനാവശ്യമായി ഇടപെട്ട് ഒരു കാര്യവുമില്ലാതെ ഈ രഥയാത്ര തടഞ്ഞിരിക്കുകയാണ്, അതിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെയൊരു മഹോത്സവം, ഒരു മാഘ മഹോത്സവം നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ അത് സുഗമമായി നടക്കും എന്നാരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. സംഘാടകർ ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ഇത് നടത്താനാണ് അവരുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഇതിന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് പതാക ഉയർത്തിയത്. ധ്വജം സ്ഥാപിച്ച് അതിൽ പതാക ഉയർത്തുകയായിരുന്നു സംഘാടകർ. ആ പതാക ഉയർത്തിയത് കേരള ഗവർണറാണ്. ഇത് മാർച്ച് 3-ാം തീയതിയാണ് ഈ ഉത്സവം സമാപിക്കുന്നത്. അതുവരെ ഈ മാമാങ്കത്തിൻ്റെ പല ക്രിയകൾ, സ്നാനം, പിതൃശ്രാദ്ധം തുടങ്ങി പരിസ്ഥിതി സംരക്ഷണത്തിനും വ്യക്തിയുടെ സംരക്ഷണത്തിനും ഒക്കെ വേണ്ടുന്ന നിരവധി ഉത്സവങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ അരങ്ങേറും. അതിൻ്റെ ഭാഗമായിട്ടുള്ള പല ചടങ്ങുകളും നടക്കും. എന്തായാലും ഒരു സർക്കാർ ഇത്തരം കാര്യങ്ങൾ, നമ്മുടെ പാരമ്പര്യവും ഐതിഹ്യവും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്ന, നമ്മുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇത്തരമൊരു ഉത്സവം അത് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിന് പരമാവധി സംരക്ഷണവും പ്രോത്സാഹനവും കൊടുത്ത് അത് ജനങ്ങളുടെ ഉത്സവമാക്കി മാറ്റി അതിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനവും സംസ്കാരത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ നടത്തിയെടുക്കേണ്ടതാണ്. അതിനാണ് ഒരു ജനാധിപത്യ സർക്കാർ ശ്രമിക്കേണ്ടത്. അല്ലാതെ അതിൽ രാഷ്ട്രീയം കളിച്ച് അതിനെ നശിപ്പിക്കുകയല്ല വേണ്ടത്. ഇവിടെ രാഷ്ട്രീയം കളിച്ച് അതിനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. ജനങ്ങളിൽ സ്പർദ്ധയുണ്ടാക്കാനും മതം പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ആരൊക്കെയോ താല്പര്യപ്പെടുന്നു, ആരൊക്കെയോ ചരട് വലിക്കുന്നു. അവർക്ക് ഒത്താശ ചെയ്യുകയാണോ സംസ്ഥാന സർക്കാർ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഒരു രഥയാത്ര തടഞ്ഞതുകൊണ്ടൊന്നും, അല്ലെങ്കിൽ ഒരു രഥയാത്ര നിർത്തിവെപ്പിച്ചതുകൊണ്ടൊന്നും ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളെ തടയാനോ നിർത്തിവെപ്പിക്കാനോ അത് ജനഹൃദയങ്ങളിൽ നിന്ന് പറിച്ചെറിയാനോ കഴിയില്ല എന്നുള്ള സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സംസ്ഥാന സർക്കാരിന് ഇതുവരെ മനസ്സിലാകാത്തതും അതുതന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇനി എന്തൊക്കെയാണ് ഈ മാഘ മഹോത്സവവുമായി ബന്ധപ്പെട്ട്, മാമാങ്കവുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. ഇതെങ്ങനെയും കുളമാക്കാൻ സംസ്ഥാന സർക്കാർ, കുളമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നുണ്ട് എന്ന ആക്ഷേപം വളരെ ശക്തമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ആരൊക്കെ എതിർത്താലും ആരൊക്കെ തടഞ്ഞാലും ഇതിൻ്റെ ചടങ്ങുകൾ, അനുഷ്ഠാനങ്ങൾ അത് എല്ലാം കൃത്യമായിട്ട് തന്നെ നടക്കും. അതിലൊരു സംശയവുമില്ല. അതിന് ഇച്ഛാശക്തിയുള്ള ചില ആൾക്കാർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കേരള സംസ്ഥാന സർക്കാരുകൾ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്.